റോസ്മേരിയുടെ സാഹകൾ. ഞാനൊരു പഴയ ഓക്ക്. ഈ ഗ്ലെൻവുഡിന്റെ ഹൃദയമാണ്. എൻ്റെ വേരുകൾ വളരെ ആഴമായതാണ്. എൻ്റെ ശാഖകൾ ഒരുപാട് സമയങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ സന്തോഷവും വിഷമവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ ആദ്യത്തെ സത്യം നമ്മളെ ഇട്ടേച്ച് പോകുന്നവരുടെ ആ കഷ്ടവാ. എൻ്റെ നിഴലിൻ്റെ ചുമട്ടിൽ 2 ഹൃദയങ്ങൾ ഒരുമിച്ചിരിപ്പുണ്ട്. അവരുടെ ബന്ധവും എൻ്റെ വേരുകൾ പോലെ നല്ല ശക്തമാണ്. ഹെർബ്സിന് അതിന്റെ ഉദ്ദേശം അറിയാം. അത് ശരിയാക്കും. വളരും. എന്റെ സ്ഥലം അത് എളുപ്പം കണ്ടുപിടിക്കുമെന്ന് കരുതുന്നു. എൻ്റെ പൊന്നിലാര, നീ ഹെർബ്സിന്റെ ഒപ്പം മാന്ത്രികം ചെയ്യുന്നതിൽ തന്നെ ബിസി ആയിട്ടിരിക്കുവാണ്. പിന്നെ നീ മരക്കഷ്ണങ്ങളെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പെട്ടിയിൽ എന്താണ് റോവൻ? നോർത്തേൺ സെറ്റിൽമെന്റ്സിന് വേണ്ടി ഗ്ലെന്നിന്റെ റെപ്ലിക്ക. അവരുടെ വീടിന്റെ ഓർമ്മ വരാനായിട്ട് ഒരു ചെറിയ സർപ്രൈസ് ആയിട്ട്. ഇത് വളരെ നന്നായിരിക്കുന്നു. ഗ്രാമത്തിന്റെ ജീവൻ ഇതിലുള്ളതുപോലെ തോന്നുന്നു. ഇതെന്റെ മനസ്സിലൊരു അംഗമായിരിക്കുക. അതുപോലെയാണ് നീയും. കാറ്റുകൊണ്ടാണ് എല്ലാ മാറ്റങ്ങളും വന്നിരിക്കുന്നത്. അതെപ്പോഴും സംഭവിക്കുന്നതാണ്. സമൻസ് ഒക്കെ ദയയില്ലാത്തതും ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. ഗ്ലെൻവുഡിലേക്ക് എത്തി. എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇലാര. നോർത്തേൺ സെറ്റിൽമെന്റ്സിന് സ്ഥലം പണിയാനായിട്ടും ബിൽഡിംഗ് പണിയാനായിട്ടും ആളുകളെ വേണമെന്നാണ്. എത്ര ദിവസമാകും? ഒരുപാട് മാസങ്ങളും, ഇല്ലെങ്കിൽ സമയമെടുക്കും. ഇത് നിനക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓർമ്മകൾ എപ്പോഴും നിൽക്കാനായിട്ട് റോസ്മേരി. എത്ര ദൂരം ഞാൻ ഇവിടുന്ന് പോയാലും നമ്മൾ തിരിച്ചു കാണാൻ ഒരു വഴിയുണ്ടാവും. നമ്മുടെ എല്ലാ ഓർമ്മകളും ഇതിലുണ്ടാവും. ഞാൻ എത്ര ദൂരം ചെന്നാലും ശരി. നീ സുരക്ഷിതമായിരിക്കുമെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? നിന്റെ ശബ്ദം എങ്ങനെ കേൾക്കും? എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ ഉറപ്പായിട്ട് ഞാൻ നിനക്ക് വേണ്ടി കത്തെഴുതും. അവിടെയുള്ള ഓരോ വാർത്തകളും നിന്റെ അടുത്തേക്ക് ഞാൻ എത്തിച്ചിരിക്കും. ഞാൻ അതെല്ലാം സൂക്ഷിച്ചു വെക്കും. ഈ റോസ്മേരിയെ പോലെ സൂക്ഷിച്ച്. എനിക്കൊരു സത്യം ചെയ്തതായില്ലാറ. ഈ ഗ്ലെൻവുഡിനെ നീ സൂക്ഷിച്ചു വെക്കുമെന്ന്. അതിന്റെ ജീവൻ, അതിന്റെ ഭംഗി. ഞാൻ സത്യം ചെയ്യുന്നു. നീ തിരികെ വരുമെന്ന് എനിക്കും സത്യം ചെയ്തതാ. തീർച്ചയായിട്ടും. എന്റെ സാഹകൾക്ക് കീഴെ അവരുടെ സത്യങ്ങൾ കാറ്റിന്റെ കാതുകളിലോട്ട് എത്തിപ്പെട്ടു. അതെങ്ങോട്ടോ അറിയാത്ത ഒരു സ്ഥലത്തോട്ടും എത്തി. റോവൻ പോയതിനു ശേഷം ആ റോസ്മേരി എന്ന് പറയുന്നത് ഒരു സമ്മാനത്തിനേക്കാൾ വലിയ കാര്യമായിരുന്നു. അതാണ് ആ സത്യം. ആ മനസ്സിൽ അത് മൊത്തവും പതിഞ്ഞിരിക്കുമായിരുന്നു. എത്ര ദൂരം അവർ പിരിഞ്ഞിരുന്നാലും ഒട്ടും കുറയാത്ത സ്നേഹമുള്ളവരായിരുന്നു. വേഗം തിരികെ വരണേ റോവൻ. സൗത്ത് സൈഡിൽ നിന്ന് വന്നവരൊന്നും വലിയ രീതിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെയല്ലേ? എനിക്കത് സഹിക്കാൻ കഴിയും. ഞങ്ങളിവിടെ സുഖത്തിന് വേണ്ടി വന്നതല്ല, പണിയെടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം പണിയെടുക്കാൻ പഠിച്ചാൽ മതി. ഞങ്ങളെ എതിർത്തൊന്നും ചെയ്യാൻ വരണ്ട. നല്ല പോലെ കേട്ടോ, നിന്റെ ചുറ്റികയേക്കാൾ നിന്റെ തണുപ്പ് ശക്തമായിരിക്കും. ശരിക്കും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാ ഈ മണ്ണ് പറയുന്നത് കേൾക്കണം. നീ ഇത് കണ്ടില്ലേ? ഈ തണുപ്പ് കൊണ്ടാണ് ഈ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കെട്ടണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ അത് പൊട്ടിപ്പോകത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം ഇതിനെ റെഡിയാക്കണമെന്നാണോ? അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ മരക്കഷ്ണങ്ങൾക്കൊക്കെ തണുപ്പ് പഴകിയിരിക്കണം. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ തന്നെയാ. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും ഒരുപാട് ക്ഷമ വേണം നിനക്ക്. ഈ ബീം നമുക്ക് എന്തുകൊണ്ടൊരു ആർച്ചാക്കാൻ പാടില്ല? അതിന്റെ വെയിറ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ആവില്ലേ? പെട്ടെന്ന് അത് പൊട്ടത്തൊന്നുമില്ല. ഒരു പ്രഷർ വന്നാൽ പോലും. നീ തന്നെയല്ലേ എല്ലാം ഏറ്റെടുക്കുന്നത്. എനിക്ക് കത്തെഴുതാമെന്ന് രോവൻ പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു കത്ത് പോലും വന്നില്ലല്ലോ. ഹെലാറ, ഈ നോർത്ത് വളരെ കഷ്ടമാണ്. പക്ഷെ നിന്റെ ഓർമ്മകൾ ഒരിക്കലും ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ ഒരുപാട് തണുപ്പാണ്. എങ്കിലും നിന്റെ ഓർമ്മകൾ എന്നെ വാമാക്കുന്നു. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു രോവൻ. മരക്കഷ്ണങ്ങളെ നമുക്ക് തണുപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിനെ രാത്രി ചൂടാക്കി എടുക്കാം. അപ്പോൾ അത് ശരിയായി വരും. ഒന്നാമത്തെ അതിന് തണുപ്പ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അത് പൊട്ടത്തില്ല.
കുഴപ്പമില്ലല്ലോ, നീ പെട്ടെന്നെല്ലാം പഠിക്കുവാണല്ലോ. അല്ലാണ്ട് എനിക്കിവിടെ വേറെ പണിയൊന്നും അറിയത്തില്ലല്ലോ, അതല്ലേ വഴിയുള്ളൂ. എല്ലാറാ, നീ ഇല്ലാത്ത ഈ ദിവസമെല്ലാം വളരെ നീണ്ടു പോകുന്ന പോലെയാണുള്ളത് എനിക്ക്. ഞാൻ പണിയെടുക്കുന്ന ഓരോ നിമിഷവും, ഞാൻ കെട്ടുന്ന ഈ കെട്ടിടം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരുമിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരുപാട് കഷ്ടങ്ങളുണ്ട്. എല്ലാം ഞാൻ സഹിക്കുവാണ് നിനക്ക് വേണ്ടി. ഒരു ബലമുള്ളവനായി ഞാൻ തിരിച്ചെത്തിയിരിക്കും. അതുവരെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ കയ്യിലുള്ള റോസ്മേരിയാണ് എൻ്റെ പ്രോമിസ്. ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. നീ എപ്പോൾ വേണമെങ്കിലും വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും രോവൻ. പക്ഷെ ഉറപ്പായും എനിക്കായി വരണേ. ഇനി എല്ലാം നല്ലപോലെ തീരാൻ പോവാന്ന് വിചാരിച്ച ആ നിമിഷം ആ മഞ്ഞ സ്ഥലത്ത് ഒരു പെട്ടെന്ന് ഉരുളുപൊട്ടൽ പോലെ സംഭവിച്ചു. അവർ കെട്ടിയെടുത്ത എല്ലാം നശിച്ചുപോയി. എല്ലാം തന്നെ നശിച്ചുപോയി. എല്ലാം പോയി. എന്താ പറയുന്നത്? പോയെന്നേ. ആ ഔട്ട് പോസ്റ്റ് അതെല്ലാം തന്നെ നശിച്ചുപോയി. ഒരുപാട് സമയമെടുത്ത് ചെയ്ത എല്ലാ പണിയും നശിച്ചുപോയി. ഇല്ല, എനിക്ക് തിരിച്ച് അവളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിയേ പറ്റുള്ളൂ. തിരിച്ച് പണിയാം. നമ്മളിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ നോർത്തേൺ സെറ്റിൽമെന്റ്സ് അങ്ങനെ എപ്പോഴും ചെയ്യുള്ളൂ. ഓരോ ആഴ്ചയും ഓരോ പദ്ധതിയായിരുന്നു. ഓരോ പലകകളും നമ്മൾ സൂക്ഷിച്ച് നോക്കി എടുത്തു വെച്ചേ. പക്ഷെ ഒരു രാത്രി എല്ലാം പോവാന്ന് വെച്ചാൽ കൊടുങ്കാറ്റും ഉരുളുപൊട്ടലും എല്ലാം നേച്ചറാണ് റോവൻ. പക്ഷെ നീ കേട്ടോ, ഒരു പക്ഷേ നീ ഇത് പെട്ടെന്ന് തീർത്താൽ നിനക്കിത് പിന്നെയും തിരിച്ച് പണിയാൻ പറ്റും. അപ്പൊ പിന്നെയും ഉരുളുപൊട്ടലും എല്ലാം വന്നാൽ എന്ത് ചെയ്യാനാണ്? പിന്നെ അത് വേസ്റ്റ് ആവില്ലേ? ഒരു പക്ഷെ അത് പിന്നെയും കെട്ടുന്നതെല്ലാം പൊട്ടിയാലോ? ഇതിൽ കാര്യം എന്താന്ന് വെച്ചാൽ നീ തിരിച്ച് എന്താണ് പഠിക്കുന്നതെന്നുള്ളത് മാത്രമാണ്. ഈ നോർത്ത് നിനക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നേക്കും. അത് നിന്നെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തും. എന്നാലും നീ ഒരു ബലമുള്ളവനായി മാറുള്ളൂ. പിന്നെയും നമുക്ക് ആരംഭിക്കാം. ഇപ്രാവശ്യം കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ചെയ്യാം. ഇപ്പോഴാണ് നീ നോർത്തിലുള്ള ഒരാളെ പോലെ തന്നെ ചിന്തിക്കുന്നത്. ഈ ഉരുളുപൊട്ടൽ റോവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ പൊട്ടിയ സ്ഥലത്തുനിന്ന് റോവൻ ഒരു വലിയ കാര്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് മരക്കഷ്ണത്തിനേക്കാളും ഒരു കല്ലിനേക്കാളും. ഗ്ലെൻവുഡില് മഞ്ഞുകൾ കൂടി വരുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായ അസുഖം അവിടെയുള്ള എല്ലാവർക്കും തന്നെ ഏർപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ എല്ലാവരും തന്നെ വല്ലാണ്ട് പേടിച്ചു പോയിരിക്കുമായിരുന്നു. എല്ലാം വളരെ തണുപ്പായി മാറി. ഒരുപാട് ആഴ്ചകൾ കടന്നിട്ടും റോവന്റെ അടുത്തുനിന്ന് കത്തൊന്നും വന്നില്ല. അവളുടെ ജീവിതത്തിൽ അവൾക്കതൊരു വലിയ കഷ്ടമായി മാറിയിരിക്കുക. പ്ലീസ് എല്ലാറാ, എന്റെ മകൻ കഴിച്ചിട്ട് 3 ദിവസമായി. അവന് നല്ല ചുമയുമുണ്ട്. എത്ര മരുന്ന് നൽകിയിട്ടും അവന്റെ അസുഖം കുറയുന്നില്ല. എന്നെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ഞാൻ ചെയ്യാം. അവൾ വളരെ ബുദ്ധിയുള്ള ഒരു പെണ്ണായിരുന്നു. പക്ഷേ ആ ഗ്രാമത്തിൽ വന്നിട്ടുള്ള അസുഖത്തിനെ കുറിച്ച് അവക്ക് അത്ര തെളിച്ചമില്ലായിരുന്നു. എന്നാലും ഒരു ചില ചോദ്യത്തിന് മാത്രം എലാറ ഒരു പ്രശ്നം പോലും ഇല്ലാണ്ട് അത് നോക്കിയിരുന്നു. ഹെർബലിസം എന്ന് പറയുന്നത് വെറും എലാറയുടെ ഒരു സ്കില്ല് മാത്രമല്ല, അതൊരു ഭാഗ്യമാണ്. അത് ഈ ഭൂമിയുടെ അടുത്ത് അവൾ സംസാരിക്കുന്ന ഒരു മൊഴി തന്നെയാണ്. ഇത് ഇനിയും ശരിയായിട്ടില്ല. ക്യാമമയിൽ കുറച്ചുകൂടി ഇട്ടാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അവൾ ശേഖരിക്കുന്ന ഓരോ ചെടിക്കും ഓരോ കഥകളുണ്ട്. അതാണ് വിശ്വാസം. അവളുടെ കഷ്ടങ്ങളെ മാറ്റാനും അതാണ് സഹായിക്കുന്നത്. എനിക്ക് എന്തു തോന്നുന്നെന്നാൽ രോവനും എന്തോ അസുഖം പിടിച്ചെന്ന് തോന്നുന്നു. അവളെ സംബന്ധിച്ച് ആ നോർത്ത് എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തിലുള്ളതല്ല. എന്തോരും പതിയെ അവളവിടെ ആ മരുന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നോ, അത് റോവന് വേണ്ടി അവളവിടെ കാത്തോണ്ടിരുന്ന ആ ക്ഷമയായിരുന്നു അത് കാണിച്ചോണ്ടിരുന്നത്. ഇത് വർക്കാവുന്നുണ്ട്. ശരീരത്തുള്ള പനിയൊക്കെ മാറി. എലാറാ, നീ ഇവിടെയുള്ള എല്ലാരും തന്നെ രക്ഷിച്ചു. എലാറാ, ഇവിടെയുള്ള ഈ മരുന്ന്, നിന്റെ ഈ മരുന്ന് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഈ ഗ്ലെൻവുഡ് നിനക്ക് വേണ്ടി കടമപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ വൈൻ. ഈ ഗ്ലെൻവുഡ് എന്റെയും വീടാണ്. റോവന്റെ അടുത്ത് നിനക്ക് വല്ല അറിയാൻ പറ്റിയിട്ടുണ്ടോ? അവസാനമായി 5 ആഴ്ചയ്ക്ക് മുൻപേ എനിക്ക് കത്ത് വന്നു. അതിനുശേഷം ഞാൻ മരുന്നിനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. സമയം വേഗം കടന്നുപോയി. എന്നാലും ഞാൻ അദ്ദേഹത്തെ കുറിച്ചാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഉറപ്പായിട്ടും തിരിച്ചെത്തും. നീ ഒന്നിനും വിഷമിക്കണ്ട കേട്ടോ.
അത് നല്ലപോലെ അമർത്തി പിടിക്ക്. ഇത് ശരിക്കും ഇട്ടാൽ മാത്രമേ നമുക്കതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാ നിന്റെ എനർജിയൊക്കെ കളയുന്നത് റോവൻ? കാലത്ത് മഞ്ഞൊന്നിന് സമ്മതിക്കത്തില്ല. വേരുകൾ, അതിന് വേരുകളുടെ ആവശ്യമുണ്ട്. ഇവിടെയുള്ള കല്ലുകളോ? അതൊക്കെ ഉപയോഗപ്പെടുവോ ശരിക്കും? അത് വെറും കല്ലല്ല മാലിക്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതിലാണ് കാര്യം. ഈ മരവും കല്ലുകളും ഒരുമിച്ച് വെക്കാം. അതായത് നമ്മൾ കൈകൾ ഇങ്ങനെ വെക്കുന്ന പോലെ. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ മഞ്ഞ് വന്നാലും ഇതിനൊന്നും ആവത്തില്ല. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. കൊള്ളാവല്ലോ. ഇതൊരു കൊടുങ്കാറ്റോ ഉരുളുപൊട്ടലോ വന്നാലോ ഒന്നും പറ്റില്ല. കൊള്ളാം. ഇവന് ഏകദേശം നല്ല ബുദ്ധിയുണ്ട്. ബലമുള്ള കാര്യങ്ങളൊക്കെ ആഴമായിട്ടേ വളരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് ഏത് കാര്യമായിരുന്നാലും. ഇത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് റോവൻ. അതുകൊണ്ടായിരിക്കും നോർത്തിലുള്ള മനുഷ്യർ ഇതുവരെ ഇതൊന്നും ശ്രമിച്ചു പോലും നോക്കാത്തെ. എല്ലാറാ, നോർത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ബലമെന്ന് പറയുന്നത് ഉയരത്തിൽ നിൽക്കുന്നത് മാത്രമല്ലെന്നാണ് നീ പറഞ്ഞു തന്നിട്ടുള്ളത്. കൊള്ളാം, നീ ഇത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് സൗത്ത് ബോയ്. ഇത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് വെറും ഇതിന്റെ ഒരു അടിത്തറ മാത്രമല്ല മാലിക്. ഇതാണ് ഇതിന്റെയൊക്കെ വേര്. ഇതാണ് ജനങ്ങളുടെ തീരുമാനത്തിനുള്ള വേരും. പൊട്ടാണ്ട് വളയുന്നതാണിത്. ഇത് നീ എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാറ. ഒരുപാട് മാസങ്ങളായി തനിച്ചിരിക്കുന്നത് എല്ലാറയ്ക്ക് വളരെയധികം കഷ്ടമായിരുന്നു. എല്ലാറ ആ മരുന്ന് കണ്ടെത്തിയതിന് ശേഷം പിന്നെയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാൻ അവരാരംഭിച്ചു. ഒരുപാട് സംശയങ്ങളും അവരുടെ ഇടയെ വന്നു തുടങ്ങി. രോവൻ, നീ എവിടെയാണെങ്കിലും ശരി, നീ എപ്പോഴും സുരക്ഷിതമായി ഇരുന്നാൽ മതി. ഗ്ലെൻവുഡിന് പതിയെ സ്പ്രിങ്ങിന്റെ സീസണും തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ആ വിന്റർ സീസൺ തന്നെയാണ്. ഓരോ സീസണും മാറാൻ കഴിയും. പക്ഷെ ആ സമയങ്ങളൊന്നും നമുക്ക് സമാധാനം തരത്തില്ല. എങ്കിലും അവർ ആ വിശ്വാസത്തോടെ തന്നെ ഇരുന്നു. ഇപ്പോൾ പോലും ഇതിൽ നിന്റെ മണം വരുന്നുണ്ട് രോവൻ. എന്താ ഇവിടെയുള്ള എല്ലാവരും നീ നല്ലപോലെ സൂക്ഷിച്ചെന്ന് തോന്നുന്നു? രോവൻ ഡാർലിംഗ്, ഇത് ശരിക്കും നീയാണോ? ഇത് ഞാൻ തന്നെയാണ് എല്ലാറാ. ഞാൻ നിനക്ക് വേണ്ടി തിരിച്ചു വന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും പുതിയതായി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അതാണിത്. ഞാൻ എന്ത് കരുതിയെന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടെന്ന് കരുതി. അങ്ങനെയൊന്നും ഒന്നുമില്ല. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ കാണും. ഇനി നിന്റെ ഒപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. നീ കാരണമാണ് ഞാൻ ജീവനോടെ ഇന്ന് ഇരിക്കുന്നതല്ലാറാ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെ കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് കരുതുമ്പോഴൊക്കെ ഞാൻ നിന്നെയാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടിയാണിത്. നീ തന്ന ഈ ചെറിയ കഷ്ണം ഞാൻ വെച്ചിരുന്നു. അത് വാടിപ്പോയി. പക്ഷെ അതിന്റെ മണം മാറിയില്ല. നിന്റെ സ്നേഹം പോലെ തന്നെ ഇപ്പോൾ നീ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്കിത് മാത്രം മതി. ഓരോ സമയവും മാറാം. രണ്ട് ഹൃദയത്തിന്റെ ശക്തതയും ടെസ്റ്റ് ചെയ്യപ്പെടാം. പക്ഷേ സ്നേഹം, ശരിക്കുള്ള സ്നേഹം, ഒരുപാട് വർഷങ്ങളായ മരത്തിന്റെ വേര് പോലെയാണത്. വളരെയധികം ആഴവും ബലവുമായിട്ടുണ്ടാവും. മുമ്പൊരു കാലത്ത് ഒരു കാർപ്പൻറ്ററും ഒരു ഹെർബലിസ്റ്റും ഉണ്ടായിരുന്നു. അവര് നമുക്ക് സ്നേഹമെന്ന് പറയുന്നത് ഒരുമിച്ചിരിക്കുന്നത് മാത്രമല്ല, മനസ്സിലൊരു കണക്ഷൻ ഉണ്ടാവണമെന്നാണ് അവർ മനസ്സിലാക്കി തന്നെ. ഈ റോസ്മേരിയുടെ സാഹകൾ പോലെ അധികം ശക്തവുമാണ്, മണവും ഉണ്ടാവും, ഓർമ്മകൾ തരുവത്. പഴങ്കാലത്തിലുള്ള മരങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണം. അതെന്താന്ന് വെച്ചാൽ അവരൊരുപാട് സന്തുഷ്ടരായിട്ടാണ് ജീവിച്ചത്.